നമ്മളൊരു മട്ടൺ ചാപ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മട്ടൺ ചാപ്സിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചാപ്സ് ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ പീസായിട്ട് മുറിച്ച് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ വലിയ പീസായിട്ട് മുറിച്ച് 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചാപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യമേ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം മട്ടണിലേക്ക് ആദ്യം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് കാശ്മീരി ചില്ലി അല്ല, സാധാ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നെടുകെ കീറി വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാലയൊക്കെ മട്ടനിലൊന്ന് പിടിക്കണം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഇരുന്നല്ല മസാലയൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് പിടിച്ചെടുക്കും. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇന്ന് വെള്ളം ഇറങ്ങും. പിന്നെ ചിലപ്പോൾ സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിടിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 5 വിസിൽ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മസാല കൂട്ടുകളാണ്. പെരുംജീരകം, മല്ലി, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, കുരുമുളക്, ഉലുവ, ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സാധനങ്ങൾ നമുക്ക് ആദ്യം പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മസാല കൂട്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിരകി എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത തേങ്ങയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. എല്ലാം ഒരേപോലെ പൊടിഞ്ഞ് കിട്ടും. ഒരല്പം തേങ്ങ, ഒരു അരമുറിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ഗോൾഡൻ കളർ, നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്ന പോലെ അത്രയൊന്നും ഡാർക്ക് ആവണ്ട. തേങ്ങയുടെ കളറൊക്കെ മാറി ഗോൾഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത ഈ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 വിസിൽ വന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അരപ്പ് നമ്മൾ ഇതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ഒരു 3 ടീസ്പൂൺ എണ്ണ അത്രയും മതിയാവും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു തക്കാളി ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പ്യൂരിയാക്കി എടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു വലിയ തക്കാളി, ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 2-2.5 സ്പൂണൊക്കെ ഇടാം കേട്ടോ. മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ പ്യൂരി ആയിട്ട് ചേർക്കുമ്പോൾ പച്ച കുത്തലുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ടേ ബാക്കി നമ്മൾ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നമ്മുടെ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറി ഇതേ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാപ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ അരപ്പ്. ഈ അരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം തന്നെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. ഇതിനകത്തേക്ക് വീണ്ടും എണ്ണയിലേക്ക് 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചാപ്സ് ഉണ്ടാക്കുമ്പോൾ ചാപ്സിൻ്റെ എന്താ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയും വേണ്ട, എന്നാൽ ഒട്ടും ഇല്ലാതെയും ഇരിക്കേണ്ട ഇതേപോലെ ഒരു തിക്ക് ഗ്രേവിയാണ് ചാപ്സിന് എപ്പോഴും നല്ലത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇതിനൊന്ന് എന്താ പറയുക അതിൽ കിടന്നൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുവാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കിഡിലെ മട്ടൻ ചാപ്സ് തയ്യാറായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.